ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിവതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും എല്ലാം പറയാറുണ്ട് എന്നുള്ളത്. കുറേ ആയിട്ട് ഇടയിൽ ഓരോ തടസ്സങ്ങൾ വന്നു ചേരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല എന്നതെല്ലാം തന്നെ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ തുടർച്ചയായി ഇടുന്ന വീഡിയോകളെല്ലാം തന്നെ മുരുക ഭഗവാനെ കുറിച്ചുള്ളതാണ് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ് എല്ലാവരും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ വഴിപാട് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ നമുക്ക് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ ഈ ചൊവ്വാഴ്ച ദിവസവും മുരുക ഭഗവാനും തമ്മിലുള്ള ആ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത് അറിയുന്നതാണ്. എങ്കിലും ഞാൻ വീണ്ടും പറയാം. ചൊവ്വാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ഭൂമികാരകൻ, അങ്കാരകൻ എന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. ഭൂമികാരകൻ എന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായ ഏതൊരു തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും, അത് പ്രശ്നങ്ങളാണെങ്കിലും, ഇനി പുതിയതായിട്ട് ഭൂമി വാങ്ങിക്കണമെന്നാണെങ്കിലും, ആ ഭൂമിയിൽ പുതിയ വീടുകൾ വെച്ച് പണിത് നമുക്കതിൽ കയറി താമസിക്കണമെന്നാണെങ്കിലും, ഇനി അഥവാ വിൽക്കാത്ത ഭൂമികൾ ഉണ്ടെങ്കിൽ അത് വിറ്റ് കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് ഈ ഒരു ദിവസം മുരുക ഭഗവാനെ വഴിപാട് ചെയ്യാം. അതുപോലെ അങ്കാരകൻ എന്ന് പറയും. അങ്കാരകൻ എന്ന് പറയുന്നത് ഋണമോചനമാണ്. ഋണം എന്ന് പറയുമ്പോൾ കടങ്ങൾ ഇല്ലാതാക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കഴുത്തിനെ നെരിക്കുന്ന കടങ്ങളെ ഇല്ലാതാക്കി നമുക്ക് സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം ജീവിക്കുവാൻ വേണ്ടി എന്ത് വഴിപാടുകളാണ് ചെയ്യേണ്ടത്, ഏത് പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, ഏത് ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടതെന്നെല്ലാം പലർക്കും സംശയമുണ്ട്. ഏത് വഴിപാടുകൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഏത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മുരുക എന്ന് മനമുരുകി വിളിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. കാരണം ഈ ചൊവ്വയുടെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ വേലവൻ തന്നെയാണ്. മുരുക ഭഗവാനെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മാറിക്കിട്ടും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. തമിഴ്നാടുകളിലെല്ലാം തന്നെ എല്ലാ മുരുക ക്ഷേത്രങ്ങളിലും കരുണൈ കടലേ കന്താ പോട്രി എന്നെഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കന്ദൻ കരുണൈ എന്നെഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണെന്നാൽ ഏത് ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചാലും എന്ത് വഴിപാടുകൾ ചെയ്താലും അവരെല്ലാം നമുക്ക് നീട്ടുന്ന ആ കരുണ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അധികമാണ് സുബ്രഹ്മണ്യ സ്വാമി നമ്മളോട് കരുണ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരുണൈ കടലേ കന്താ പോട്രി എന്ന് പറയുന്നത്. കന്ദനെ മനസ്സിൽ ഒരു തവണ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തവണ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തവണ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാത്ത പല വിധത്തിലുള്ള നന്മകളും വന്നു ചേർന്നിട്ടുണ്ടാകും. നമുക്കറിയുവാൻ സാധിക്കില്ല. പലരും പറയുന്ന ഒരു കാര്യമാണ്, എത്രയോ വഴിപാടുകൾ ചെയ്തു, എത്രയോ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി, എത്രയോ പൂജകൾ ചെയ്തു, എന്നിട്ടും എൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്തെല്ലാമോ ചെയ്തു നോക്കി, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ്. ഒരു കടമടയ്ക്കുവാൻ വേണ്ടി വേറെ കടം വാങ്ങിക്കുന്നു, ആ കടമടയ്ക്കുവാൻ മറ്റൊരു കടം വാങ്ങിക്കുന്നു, ഉള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ പണയപ്പെടുത്തി കഴിഞ്ഞു, കുടുംബത്തിൽ സമാധാനമില്ല, പ്രശ്നങ്ങളാണ്, എന്തു പറഞ്ഞാലും അവിടെ ഭിന്നതകളാണ്, അഭിപ്രായ ഭിന്നതകളാണ് എന്നെല്ലാം പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കുക. നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ശക്തി തരണേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ മുരുക ഭഗവാൻ ഇതിനേക്കാൾ എത്രയോ വലിയ ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് മുരുക മുരുക എന്ന് വിളിക്കും തോറും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ ഇല്ലാതാകുന്നതായിരിക്കും. സാധാരണ നമ്മൾ ഏത് ദൈവങ്ങളെയും ചീത്ത പറയാറില്ല. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ കൊണ്ട് വഴക്ക് പറയുകയോ പിണങ്ങിയിരിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആരോടുമല്ല, നമ്മുടെ മുരുക ഭഗവാനോട് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വഴക്ക് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി നിൽക്കുന്നത് എന്നാൽ, നമ്മുടെ വള്ളിദേവി ഭഗവാനെ ആദ്യമായിട്ട് ഒരു വയോധികൻ്റെ, ഒരു വേടൻ്റെ വേഷത്തിൽ കാണുന്ന സമയത്ത് വേടാ മൂടാ എന്ന് പറഞ്ഞ് ചീത്ത പറയും. അതായത് എടാ പോടാ വേടാ മൂടാ എന്ന് പറയുമ്പോൾ ബുദ്ധിയുണ്ടോ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ എന്നെല്ലാം ചോദിച്ച് ചീത്ത പറയുകയാണ്. അങ്ങനെ ചീത്ത പറയുന്ന സമയത്ത് മുരുക ഭഗവാൻ മനസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്, വന്നിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് എന്നറിയാതെയാണല്ലോ വള്ളിദേവി എന്നെ ഇത്രയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് മുരുക ഭഗവാൻ ആ പുഞ്ചിരിച്ചുകൊണ്ട് വള്ളിദേവിയെ നോക്കുന്നത്.
കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പറയുന്നത്, നമുക്ക് എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിലും മുരുക സന്നിധിയിൽ പോയി നിന്ന് ഞാൻ ഇനി നിങ്ങളെ കാണാൻ വരില്ല, ഇത്രയും ചെയ്തിട്ടും എന്നെ ഇത്രയും വേദനകൾ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊരു ചെറിയ ഒരു ദേഷ്യത്തോടു കൂടി നമ്മൾ പിണങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ സ്വപ്ന ദർശനം തന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല, ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഏത് സമയത്ത് വഴിപാട് ചെയ്യണമെന്നാൽ സാധാരണ ചൊവ്വാഹോര സമയം എന്നറിയപ്പെടുന്ന ഓരോ ദിവസങ്ങളിലും ഓരോ ഹോരയുണ്ട്. അതായത് ചൊവ്വാഴ്ച ചൊവ്വാഹോര, ബുധനാഴ്ച ബുധൻഹോര, വ്യാഴാഴ്ച ഗുരുഹോര, വെള്ളിയാഴ്ച ശുക്രഹോര തുടങ്ങി ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയും ഉച്ച സമയത്ത് 1 മണി മുതൽക്ക് 2 മണി വരെയും അതുപോലെ തന്നെ രാത്രിയിൽ 8 മണി മുതൽക്ക് 9 മണി വരെയും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട്, നമുക്കത് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തട്ടത്തിൽ നമുക്ക് തുവരപ്പരിപ്പെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു മൺദീപമോ ഒരു നെയ്ദീപമോ തെളിയിച്ച് മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം. ഇനി അഥവാ വീട്ടിൻ്റെ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ 6 വെറ്റില എടുത്ത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അതിന് നടുവിൽ ഒരു മൺവിളക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു വിളക്കോ വെച്ച് നമുക്ക് നെയ്ദീപം തെളിയിച്ച് വെറ്റില ദീപ വഴിപാട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എല്ലാ വഴിപാടുകളും ചെയ്യും. ഇനി ഏത് വഴിപാടും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൺവിളക്ക് എടുക്കുക, മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക, അതൊരു തട്ടിന് മുകളിൽ വെക്കുക, നല്ലെണ്ണയോ നെയ്യോ ഉണ്ടെങ്കിൽ അതൊഴിച്ച് ദീപം തെളിയിച്ച് മുരുകന് ഏത് തിരുനാമങ്ങൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് തിരുപ്പുകൾ ചൊല്ലാവുന്നതാണ്, വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാവുന്നതാണ്, അതുപോലെ തന്നെ സ്കന്ദഗുരു കവചം പാരായണം ചെയ്യാവുന്നതാണ്. ഞാൻ തിരുപ്പുകൾ ചൊല്ലാമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, തിരുപ്പുകൾ എങ്ങനെ ചൊല്ലണം, വരികൾ അറിയില്ലല്ലോ എന്നെല്ലാം. ഇപ്പോൾ ഗൂഗിളിലെല്ലാം തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് അക്ഷരങ്ങൾ തെറ്റില്ലാതെ അത് നോക്കി ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ കിട്ടിയാൽ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കി വായിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, വേൽമാറൽ മഹാമന്ത്രവും തിരുപ്പുകളുമെല്ലാം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളത് യൂട്യൂബിലെല്ലാം കേൾക്കുമ്പോൾ അതിൻ്റെ വാക്കുകൾ എന്താണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ആ വാക്കുകൾ തിരുത്തി എഴുതേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുണ്ട്ര് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഒരു വിധത്തിൽ വരും, തമിഴിൽ എഴുതുമ്പോൾ ഒരു വിധത്തിൽ വരും. അപ്പോൾ അതെല്ലാം വ്യത്യാസമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ തിരുപ്പുകളിനെ കുറിച്ചും കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാനിത് പറയണമെന്ന് കരുതി എല്ലാ വീഡിയോ തുടങ്ങിയത്, പക്ഷേ എനിക്ക് അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരു തിരുപ്പുകൾ നിങ്ങൾക്ക് ചൊല്ലിത്തരണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ പറയുകയും അതിൻ്റെ അർത്ഥങ്ങൾ പറയുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ വാക്കുകളെല്ലാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഏത് തിരുപ്പുകളാണ് എന്ന് ഞാൻ പറയാം. തിരുച്ചെന്തൂർ തിരുപ്പുകളാണ്. നമ്മൾ നേരത്തെ തന്നെ തിരുച്ചെന്തൂർ തിരുപ്പുകൾ എന്ന് പറയുന്നതിൽ തണ്ടയണി വെണ്ടയും കിൻകിണി സതങ്കയും എന്ന് തുടങ്ങുന്ന ആ വരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്, എത്ര ദൈവവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ പോലും, അതായത് ദൈവം പോലും ഇല്ല എന്ന് പറഞ്ഞ് ജീവിതം ജീവിക്കുന്നവർ പോലും ഒരു കാലഘട്ടത്തിൽ മുരുക ഭഗവാനെ ഈ ഒരു കീർത്തനം ചൊല്ലി അല്ലെങ്കിൽ ഈ ഒരു തിരുപ്പുകൾ ചൊല്ലി പ്രാർത്ഥിക്കാതിരിക്കില്ല എന്നാണ് പറയുന്നത്. ആ കീർത്തനം അല്ലെങ്കിൽ ആ തിരുപ്പുകൾ എന്ന് പറയുന്നത് ഇതാണ്: തൊന്തി സരിയ മയിരെ വെളിര നിறை ദന്ത മസയ മുതുകെ വളയ ഇതൾ തൊൻക ഒറുക തടിമേൽ വരമകിളിർ നഗയാടി തൊൺകിഴവനിവന രണയിറമൽ കിൻകിണിന മുനുറയെ കുഴറവിഴി തുഞ്ചു കുരുടു പടവേ സെവിടുപടു സെവിയാകി വந்த പിണിയുമതിലെ മിടയുമൊരു പണ്ഡിതനുമയുറുതെ തനയുമിള மைந்தருடமை கடனே தெனமுடுக துயர்மேவே மங்க எழுது விழவே யமபடர்கள் நின்று சருவமலமே யொழுகவியூர் மங்கு பொழுது கடிதே மயிலின் மிசை வரவேணும் எந்தை வருக ரகுநாயக வருக மைந்த வருக மகனே இனி வருக என்கண் வருக எனதாருயிர் வருக அபிராமா இங்கு வருக அரசே வருக முலை உண்க வருக மலர் சூடிடருக என்று பிரிவி நெடுகோ சலைப்புகழ வருமாயன் சிந்தை மகிழு முருகா குறவரிள வஞ்சி மருவுமழகா அமர்சிறை சிந்தை அசுரர் கிளையே ரொடுமடிய அடுதீரா திங்களிரவு நதி சூடிய பரமர் தந்த குமர அலையே கரை பெறுத செந்தில் நகரில் ഇനിതേ മറുവി വളർ പെരുമാളേ. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി ഇങ്ങനെ സമാധാനത്തിൽ പറഞ്ഞു തന്നതാണ്. ഇത് ശരിക്കും വായിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ, തുന്തി സരിയ മയിരേ വെളിര നിறை ദന്ത മസയ മുതുകേ വളയ ഇത് തൊൻകൈ പൊറുക തടിമേൽ വരമകിളിർ നഗയാടി
തൊണ്ടുകിഴവനിവനാരണ ഇരുമൽ കിൺകിണിനെന മുനുറയെ കുഴറവിഴി തുഞ്ചു കുരുടു പടവേ സെവിടുപാടു സേവിയാകി വந்த പിണിയും അതിലേ മിടയും ഒരു പണ്ഡിതനുമുയുറവേ തളയും ഇളമൈന്തരുടമ കടനെ തെനമുടുക തുയർമേവി മങ്കയഴുതു വിഴവേ യമപടകൾ നിன்ற சருவு மலவே எழுகவியூர் மங்கு பொழுது கடிதே மயிலின் மிசை வர வேணும் எந்தை வருக ரகுநாயக வருக மைந்த வருக மகனே இனி வருக என்கண் வருக எனதாருயிர் வருக அபிராமா இங்கு வருக அரசே வருக முளையுங்க வருக மலர் சூடிடருக என்று பரிவினோடு கோசலை புகழ வருமாயன் சிந்தை மகிழும் மருக குறவிரிள வஞ்சி மருவும் அழக அமர் சிறை சிந்த அசுரர் கீழ வேரொடுமடிய அடுதீரா திங்களரவு நதி சூடிய பரமர் தந்த குமர அலையே கரை பொறுதல் செந்தில் நகரில் இனிதே மருவி വളർപേരുമാളേ. ദയവ് ചെയ്ത് പാട്ടറിയുന്നവർ അതുപോലെ തന്നെ സംഗീതം പഠിക്കുന്നവരെല്ലാം ഈ വീഡിയോ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ കളിയാക്കരുത്. കാരണം ഇങ്ങനെയല്ല പാടേണ്ടത്. എങ്കിലും എനിക്കൊരു തൃപ്തിയാണ് ഭഗവാനെ ഇതുപോലെയുള്ള നമ്മൾ പാട്ടുകളൊക്കെ പാടിയിട്ട് നമുക്കറിയുന്ന രീതിയിൽ പാടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പാടുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറയാം. അതായത് വയറ് ശരി, അതായത് തൊന്തി എന്ന് പറയുമ്പോൾ വയറ് തൊങ്ങിപ്പോവുകയും മുടി വെളുത്തു പോകുകയും അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളെല്ലാം ആടി കൊഴിഞ്ഞു പോകുവാൻ നിൽക്കുകയും നമ്മുടെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന ആ മുതുക് എല്ലെല്ലാം വളഞ്ഞു പോവുകയും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളെല്ലാം തൊങ്ങിപ്പോവുകയും ഒരു കൈ കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നടക്കാൻ സാധിക്കാതെ ഒരു കോല് പിടിച്ചിട്ട്, അതായത് തടി പിടിച്ചിട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം കാണുന്നവരെല്ലാം നമ്മളെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നു. അതായത് വയസ്സായില്ലേ, ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നൂടെ എന്നെല്ലാം ചോദിക്കുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു. അതുമാത്രമല്ല, എന്തിനാണ് ഈ ചുമച്ച് റോഡിലൂടെ നടക്കുന്നത് എന്ന് വീട്ടുകാർ പോലും നമ്മളെ തഴഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്വത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ മക്കളും പേരക്കുട്ടികളും ബന്ധുക്കാരുമെല്ലാം ചോദിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഒരു രോഗം വരുന്നു, അതിനെ തുടർച്ചയായിട്ട് ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി വരുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ വൈദ്യരെ കാണുവാൻ പോകുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുമാത്രമല്ല, കൂടാതെ മരണക്കിടക്കയിൽ ഞാൻ കിടന്നു കഴിഞ്ഞു, എന്നെ തേടി ആര് വരുന്നു? യമദൂതന്മാരെല്ലാവരും വന്നു നിൽക്കുകയാണ്. നമ്മുടെ അറിയാതെ തന്നെ മലവും മൂത്രമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് മങ്കൈ അഴുതു വീഴവേ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ജീവിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടതാൻ. എങ്കിലും മുരുക, ആ സമയത്ത് എനിക്ക് വേറെ ഏത് തരത്തിലുള്ള ഒരാവശ്യവും ഒരാഗ്രഹവും ഇല്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: നീ മയിൽ മീത് വരവേണ്ടും എന്ന് പറയുന്നത്. ആ വരികൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. மங்கை எழுது விழவே யமபடர்கள் நின்று சருவ மலமே எழுகவியூர் மங்கு பொழுது கடிதே മയിലിൻ മിസൈ വരവേണം. മങ്കൈ എഴുതു വീഴുക പറയുമ്പോൾ ഭാര്യ കരഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. യമദൂതന്മാർ നമുക്ക് ചുറ്റും നിന്ന് പാസക്കയറി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആര് വരണം? യമദൂതരല്ല എന്നെ കൂട്ടിക്കൊണ്ടുപോകേണ്ടത്, മറിച്ച് മയിലിൻ്റെ മുകളിൽ മുരുക നീ വരണം എന്നാണ് ഇവിടെ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത്. അരുണഗിരിനാഥർ സ്വാമികൾ വേറെ എങ്ങനെയാണ് മുരുക ഭഗവാനെ വിളിക്കുന്നത്? എൻ തന്തയെ വരുക, അതായത് എൻ്റെ അച്ഛനെ വരുക, രഘുനായകനെ വരുക, മകനെ വരുക, എൻ്റെ കണ്ണേ വരുക, എൻ്റെ ആറുയിരേ വരുക, അഴകനെ വരുക, സുബ്രഹ്മണ്യനെ വരുക എന്നാണ് പറയുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: എന്റെ വരുക രഘുനായക വരുക, മൈന്ദ വരുക മകനെ, ഇനി വരുക എൻ കൺ വരുക, എനതാറുയിർ വരുക അഭിരാമ. ഇങ്ക് വരുക അരസേ എന്നും പറയുന്നുണ്ട്. കൂടെ തന്നെ അരുണഗിരിനാഥർ സ്വാമികൾ ആരെയും പറയുന്നുണ്ട്? നമ്മുടെ എമ്പെരുമാൻ ശ്രീനിവാസ പെരുമാളെയും ചേർത്താണ് പറയുന്നത്. കാരണം നമ്മുടെ വെങ്കടാചലപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുരുക ഭഗവാനാണ് അല്ലേ? അപ്പോൾ വെങ്കടാചലപതിയുടെ അല്ലെങ്കിൽ നാരായണസ്വാമിയുടെ എമ്പെരുമാൻ ശ്രീനിവാസൻ്റെ പ്രിയ മൈന്ദനെ, നിങ്ങൾ എന്നെ തേടി വരുക. അതുമാത്രമാണോ? കുറവർ എന്ന് പറയുമ്പോൾ ആരാണ്? വേട്ടക്കാരുടെ തലവൻ എന്നറിയപ്പെടുന്ന ഇളം കൊടിയായ വള്ളിയമ്മയുടെ അഴകനെ എന്നെ തേടി വരുക. ദേവന്മാർ അസുരനാൽ പിടിക്കപ്പെട്ട്
കാരാഗൃഹത്തിൽ അടച്ച സമയത്ത് അവരെ രക്ഷിക്കുവാൻ വേണ്ടി തിരുച്ചെന്തൂരിൽ ശൂരസംഹാരം നടത്തിയ മുരുകനെ, എന്നെ തേടി വരുക. ചന്ദ്രനെയും പാമ്പിനെയും ഗംഗാനദിയെയും തൻ്റെ ശരീരത്ത് അണിഞ്ഞു നിൽക്കുന്ന ഈ ലോകനായകനായ, ഈ ലോകനാഥനായ ശിവഭഗവാന്റെ പുത്രനെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുക എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ് ഇത്. നോക്കിക്കോളൂ. തിങ്കളിരവു നദി സൂടിയ പരമർ തന്ത കുമര അലയെ കരപൊരുത സെന്തിൽ നഗരിൽ ഇനിതേ മറുവിവർ പെരുമാളെ. കാരണം തിരുച്ചെന്തൂരിലാണ് മുരുക ഭഗവാൻ ഉള്ളത് എന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാ ക്ഷേത്രത്തിലും മുരുക ഭഗവാൻ ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മുരുക ഭഗവാൻ ശിവപൂജ നടത്തിയ സ്ഥലം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ തിരുച്ചെന്തൂരിന്, അല്ലേ? അപ്പോൾ അതെല്ലാം വെച്ചാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ഇങ്ങനെ പാട്ട് എഴുതിയിരിക്കുന്നത്, അതായത് തിരുപ്പുകൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ തിരുപ്പുകൾ ജപിക്കണം എന്നുണ്ടെങ്കിൽ, അരുണഗിരിനാഥർ സ്വാമികൾ ഇത്രയും അനുഭവിച്ച് ഈ വരികൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ജീവിത നന്മയ്ക്ക് വേണ്ടിയുമാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് ഈ വരികളിലൂടെ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളിലേക്ക് എടുത്തു കാട്ടി തന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, തിരുച്ചെന്തൂർ പോകണം എന്ന് കരുതി ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തിരുച്ചെന്തൂർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തിരുപ്പുകൾ, അല്ലെങ്കിൽ തണ്ടയണി വെണ്ടയും കിൻകിനി സതങ്കയും എന്ന് തുടങ്ങുന്ന ആ തിരുപ്പുകൾ നമ്മൾ ജപിക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് 11 ദിവസമോ അല്ലെങ്കിൽ 48 ദിവസമോ തിരുച്ചെന്തൂർ തിരുപ്പുകൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും തിരുച്ചെന്തൂർ ദർശനം ഭഗവാൻ തന്നനുഗ്രഹിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിദർശനമായ സത്യമാണ്. അതായത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റാത്തൊരു സത്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാനും, നമ്മുടെ മരണഭയത്തിൽ നിന്നും നമുക്ക് മോചനം നേടുവാനും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം വന്നു ചേരുവാനും, മുരുക ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുവാനും ജപിക്കേണ്ട തിരുപ്പുകഴുകളിൽ ഒരു തിരുപ്പുകൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്. ഈ തിരുപ്പുകൾ നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം ചൊല്ലുക. ഇനി അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉരുവായി അറുവായി ഉളതായി ഇലതായി മറുവായി മലരായി മണിയായി ഒളിയായി കറുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനെ എന്ന് തുടങ്ങുന്ന ആ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ തിരുപ്പുകൾ ഞാൻ കഴിയുന്നതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാക്കുകളായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും ശ്രമിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ യൂട്യൂബിലും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. തിരുച്ചെന്തൂർ തിരുപ്പുകൾ എന്ന് പറഞ്ഞാൽ കിട്ടും. ഞാൻ വീണ്ടും പറയുകയാണ്, പാട്ടിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ വരികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സാക്ഷാൽ നമ്മുടെ മുരുക ഭഗവാൻ എന്നോട് ക്ഷമിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ ഈ തിരുപ്പുകൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.